രാജ്യത്തെ ഒരു ഏകഭാഷാ സമ്പ്രദായത്തിലേക്ക് കൊണ്ടുപോകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ, നടപടികൾക്കെതിരെ സൗത്ത് ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും വലിയ പ്രതിരോധമുയരുന്നത്. ഇന്ത്യയുടെ വൈവിധ്യം, വ്യത്യസ്ത ഭാഷകളും വ്യത്യസ്തമായ സംസ്കാരങ്ങളും വ്യത്യസ്തമായ മതങ്ങളും ജീവിത രീതികളുമൊക്കെയാണ്. ആ ഇന്ത്യ എന്ന ആശയത്തെ ദുർബലപ്പെടുത്തും വിധം വളരെ കേന്ദ്രീകൃതമാക്കി ഒരു ഏകഭാഷാ സാമ്പ്രദായിക രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് എല്ലാ അർത്ഥത്തിലും പ്രതിരോധിക്കും എന്ന നിലപാട് ആദ്യം സ്വീകരിച്ചത് നമ്മുടെ MK സ്റ്റാലിനാണ്. അതുകൊണ്ട് തന്നെ ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാനോ ഹിന്ദി ഭാഷ പഠിപ്പിക്കാനോ നിർബന്ധിക്കരുതെന്നും, അങ്ങനെ നിർബന്ധിച്ചാൽ ഈ പറയുന്ന തമിഴിൻ്റെ വീര്യം നിങ്ങൾ കാണേണ്ടി വരുമെന്നൊക്കെയുള്ള കടുത്ത ഭാഷയിലാണ് ഈ തമിഴ്നാട് അക്കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചത്. തങ്ങളുടെ സാംസ്കാരിക വൈവിധ്യത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും അടയാളമാണ് തമിഴെന്നും അതിൻ്റെ മേൽ മറ്റൊരു ഭാഷയെയും അടിച്ചേൽപ്പിക്കാൻ അനുവദിക്കില്ലെന്നും അത് ഞങ്ങളുടെ സംസ്കാരമാണെന്നുമാണ് സ്റ്റാലിൻ്റെ നിലപാട്. വർഷങ്ങൾക്ക് മുമ്പ് തമിഴ് ഭാഷ നിർബന്ധമാക്കിക്കൊണ്ടുള്ള ചില സംഗതികളുടെ വിഷയത്തിൽ തമിഴ്നാട്ടിലുണ്ടായ അതിരൂക്ഷമായ അക്രമങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതൊക്കെ ഓർമ്മപ്പെടുത്തി സ്റ്റാലിൻ അങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പോൾ തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡിയും തെലുങ്ക് ഭാഷ തെലങ്കാനയിൽ നിർബന്ധമാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു നടപടി പ്രഖ്യാപിച്ചു. 2018 തെലങ്കാന കമ്പൽസ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ഓഫ് തെലുങ്കു ഇൻ സ്കൂൾ എന്ന് പറയുന്ന ആ ആക്ട് കർശനമായി നടപ്പിലാക്കാനും 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ CBSE സ്കൂളുകളിൽ അടക്കം തെലുങ്ക് ഭാഷ നിർബന്ധമായി പഠിപ്പിക്കണം എന്നുള്ളതാണ് രേവന്ത് റെഡ്ഡിയുടെയും നിലപാട്. ഈ നിലപാടുകൾ ഈ കേന്ദ്രീകൃതമായി ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന നയങ്ങൾക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അത്തരം വ്യത്യസ്തമായ ശബ്ദങ്ങൾ ഉയരുന്നത് സൗത്ത് ഇന്ത്യയിൽ നിന്നാണ്. മധ്യ ഇന്ത്യയിലും ഉത്തരേന്ത്യയിലുമൊക്കെ ഹിന്ദി ഭാഷ എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും അഭിമാനകരവും അതൊരു തരം മറ്റ് ഭാഷകൾക്ക് മേലുള്ള ഒരു വലിയ ഭാഷ എന്ന തരത്തിലൊക്കെയാണ് അത്തരമൊരു വിചാരം. അതുകൊണ്ട് തന്നെ ആ കേന്ദ്രീകൃത സ്വഭാവത്തിലേക്ക് ഇന്ത്യയെ എത്തിക്കാനുള്ള ശ്രമങ്ങളെ ചെറുക്കുമെന്നാണ് സ്റ്റാലിനും രേവന്ത് റെഡ്ഡിയും നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഇത്തരം പ്രതിരോധങ്ങൾ രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങളെ ഇല്ലാതാക്കുമെന്നും യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന സങ്കല്പത്തിന് ഘടകവിരുദ്ധമാണ് ഈ നിലപാടുമെന്നുമുള്ളതാണ് സ്റ്റാലിൻ്റെയൊക്കെ ഉറച്ച നിലപാട്. ഹിന്ദി നടപ്പിലാക്കാത്തതിൻ്റെ പേരിൽ ഈ കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതിക്കുള്ള സാമ്പത്തിക സഹായം നൽകിയില്ലെങ്കിൽ ഞങ്ങളും നികുതിയെക്കുറിച്ച് പുനരാലോചിക്കുമെന്നൊക്കെ പറയുന്ന കടുത്ത പ്രയോഗങ്ങളാണ് സ്റ്റാലിൻ ഇതിൽ നടത്തിയിട്ടുള്ളത്. ഏതാണ്ട് അതേ മാർഗത്തിൽ സഞ്ചരിക്കുകയാണ് രേവന്ത് റെഡ്ഡിയും. അങ്ങനെ മലയാളം നേരത്തെ തന്നെ നമുക്കുണ്ട് എങ്കിലും നമുക്കിത്തരം അമിതമായ വികാരങ്ങൾ മറ്റുള്ളവയോട് ഇല്ല. തമിഴ്നാടിനെയും തെലുങ്കാനയെയും സംബന്ധിച്ച് അങ്ങനെയല്ല. അവരുടെ ഭാഷയും അവരുടെ സംസ്കാരവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇനി ബാക്കിയുള്ള സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് അറിയേണ്ടിയിരിക്കുന്നത്.